നല്ല ബീഫാണ് കേട്ടോ. ഇതാ ബീഫ് നോമ്പ് തുറ, ബീഫ് പൊറോട്ട അല്ലേ? എന്താ പറയാ ഇങ്ങനെ പായൽ വെച്ചേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കഴിക്കൂലേ? കേരളത്തിലെ മതസൗഹാർദ്ദം അങ്ങനെ ആര് വിചാരിച്ചാലും അങ്ങനെ പെട്ടെന്നൊന്നും തകർക്കാൻ കഴിയില്ല കേട്ടോ. ഇപ്പം നോമ്പ് തുറക്കാമെന്നാണ് ഭാരത് പോയിൽ ഞാനും ജയശങ്കറും ആനന്ദനും മുസ്തഫയും ഹാരിസും കൂടിയിട്ട്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഇപ്പോൾ കേരള സ്റ്റോറിയുടെ ട്രെയിലർ ഇറങ്ങിയല്ലോ, അതിനെ കുറിച്ച് എന്താണ്? നമ്മുടെ കേരളത്തിന്റെ മതസൗഹാർദ്ദം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ട്രെയിലർ ഉണ്ടോ? അതിനെ കുറിച്ച് എന്താ പറയുക? അത് അവരുടെ ഒരു മോഹം മാത്രമാണ്. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനൊന്നും ഒന്നും പറ്റില്ല. ഒരു ബീഫിന്റെ ഒരു വീഡിയോ വന്നുകൊണ്ടൊന്നും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനൊന്നും പറ്റില്ല. ബീഫ് കഴിക്കുന്നവർക്ക് ബീഫ് കഴിക്കാം, പോർക്ക് കഴിക്കുന്നവർക്ക് പോർക്ക്. അതെ, നമ്മുടെ ഒരു അഭിപ്രായം മുന്നേ തൊട്ടേ ഉണ്ടല്ലോ, ഈ വസ്ത്രത്തിലും ഭക്ഷണത്തിലൊന്നും രാഷ്ട്രീയം കലർത്തരുതെന്ന്. ഇവിടെ എല്ലാ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരുണ്ട്. ചിക്കൻ കഴിക്കുന്നവർ, ബീഫ് കഴിക്കുന്നവർ, മട്ടൻ കഴിക്കുന്നവർ, പോർക്ക് കഴിക്കുന്നവർ, ബീഫ് കഴിക്കുന്നവർ, ഇതൊന്നുമില്ലാതെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർ, എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോവുക. ആരും മറ്റൊരാളുടെ ഇത്തരം കാര്യങ്ങളിൽ, അതൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും നമ്മുടെ നാടിനെ ബാധിക്കുന്നില്ല. അതെ, ജയശങ്കറിനെ പ്രത്യേകം പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല. ബ്ലോക്ക് മെമ്പറാണ്. അത് നമ്മൾ കൂടുതലത് ആനന്ദനക്ക് എന്താ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ കേരളം തന്നെ പറയുമ്പോൾ തന്നെ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഈറ്റില്ലെന്ന് തന്നെ പറയാം. നമ്മൾ ഉദാഹരണത്തിന് തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു പാടൂർ കുളങ്ങര ക്ഷേത്രം, ഭഗവതി ക്ഷേത്രമുണ്ട്. അത് ഈ കളിയാട്ടം എന്നാണ് അവിടുത്തെ ഈ പ്രോഗ്രാം. അവിടെ ഈ അസർ നമസ്കാരം, അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്. അവിടെ ഈ അസർ നമസ്കാരത്തിന്റെ കൂടെ തന്നെ ഈ ഭഗവതി അവിടെ പോയിട്ട് എന്താ പറയുക, അതിനൊരു അനുഗ്രഹം കൊടുക്കുകയാണ്. അതിന് പള്ളിയിൽ എല്ലാവരും വന്ന്, അങ്ങനെ ഒരു കേരളം എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ഒരു കേരള സ്റ്റോറി ഇവർക്ക് അറിയായിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ ഗിമ്മിക്ക് എന്ന് പറയാം, മനസ്സിലായോ? മുത്തപ്പൻ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഏകദൈവ വിശ്വാസികളാണ് നമ്മളെ മുസ്ലിങ്ങളാണെങ്കിലും. അവിടെ എത്രയോ മുസ്ലിങ്ങൾ വന്നിട്ട് നമ്മൾ അവിടെ കൽപ്പന കേൾക്കുന്നു. അതൊക്കെയാണ് ഈ കേരളത്തിന്റെ ഒരു റിയാലിറ്റി. നമ്മൾ തന്നെ ശബരിമല അയ്യപ്പൻ നമ്മൾ പള്ളിയിൽ പോയിട്ട് പൈസ കണ്ടിട്ടാണ് നമ്മളവിടെ, മനസ്സിലായോ? അപ്പൊ എന്താ വെച്ചാൽ ഇവർക്ക് വേണ്ടത് എന്താ വെച്ചാൽ, ഈ നമ്മൾ ഈ കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാരിന് കേരളത്തിൽ മാത്രമാണ് ഭരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത്. അപ്പൊ അതിന് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നടത്തുക എന്നാണ് ചർച്ച. അപ്പൊ ഇപ്പൊ ഈ നോമ്പ് തുറ കാണുമ്പോഴേ കുറെ ആളുകളുടെ, പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകളുടെ സംഖ്യകളുടെ കുരു പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ല കമന്റുകളും വരും അല്ലെ? ഇപ്പൊ നമ്മൾ കഴിക്കാൻ പോണത് നോമ്പ് തുറയാണ്, അതിന്റെ ബീഫും പൊറാട്ടയും കോമ്പിനേഷൻ പറ്റി പറയുമ്പോഴാണ് ഏറ്റവും വലിയ രസം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബീഫ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാന മാർഗവും ഈ ബീഫാണ് കേട്ടോ. അത് എവിടുന്നാണ് അറിയോ? യു പി എന്നാണ്. അവിടെ ഏറ്റവും കൂടുതൽ അതിന്റെ മുകളിൽ ഹലാൽ എഴുതിയിട്ടുണ്ട്, കണ്ടിട്ടോ? നമ്മളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതറിയാം. അപ്പൊ അതിന്റെ പൈസ ഇവർക്ക് ആവശ്യമാണ്, മനസ്സിലായോ? അപ്പൊ ഈ ഇതിനെ കൊണ്ട് കൊലപാതകം നടത്തുക, അതൊക്കെയാണ് ഇവരുടെ രാഷ്ട്രീയം. പ്രിയമുള്ള ചങ്കുകളെ, നോമ്പു തുറ ഇന്നോട്ട് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ നോമ്പു തുറക്കുന്ന സമയത്തെ എന്നെ കൂടി ഒന്ന് വിളിക്കണേ, എന്നെ കൂടി ഉൾപ്പെടുത്തണേ. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. എന്താ വിശേഷം? സുഖല്ലേ? ഞങ്ങളൊരു നോമ്പ് തുറയിലാണ്. നിങ്ങളൊരു പോസ്റ്റ് കണ്ടപ്പോ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി. നിങ്ങളെ പേര് മറന്നോ? പേര് മറന്നു. പേരെന്താണ്? നിങ്ങളേ നോമ്പ് തുറ ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു. അപ്പോ ഞങ്ങൾ ഇപ്പോഴാണ് പോസ്റ്റ് കണ്ടത്, അപ്പൊ വിളിച്ചാണ്. ഞങ്ങളൊരു കേരള സ്റ്റോറിയുടെ ഒരു വേറെ രൂപത്തിലുള്ള ബീഫാണ് ഞങ്ങൾ മുന്നിൽ കിടക്കുന്നത്. ബീഫ് പൊറാട്ട ബീഫ്. മനസ്സിലാകാത്ത അയിത്തുള്ളവർക്ക് പ്രശ്നമുള്ളൂ. പക്ഷെ എന്തറിയോ, എനിക്ക് ആഗ്രഹം കാണത്തില്ല. നമ്മൾ മനുഷ്യരല്ലേ പക്ഷേ. അതെ, തീർച്ചയായിട്ടും. ഞാനിപ്പോ പോണ വഴിക്ക് ഒരു വണ്ടി ഇടിച്ചു കിടന്ന എന്ത് ചെയ്യും? ആരെടുത്തോണ്ട് പോകുന്നത്? അതെ. ഇവിടെ വർഗീയത പറയുന്ന മറ്റുള്ള ആളുകൾക്ക് ഒരു മറുപടി ആയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഈ നോമ്പ് തുറ. ഞങ്ങൾ പട്ടാമ്പി. എന്റെ പേര് ഷാജി കാരക്കാട്. ഞാൻ ചെറിയൊരു ബ്ലോഗിംഗ് ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ആളാണ്. ഷാജി കാരക്കാട് ബ്ലോഗ് എന്നാണ്. ഈ വീഡിയോ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നത് പ്രശ്നമില്ലല്ലോ? ഓക്കെ. ഒന്നാം നമ്പർ ബീഫ് അല്ലേ? അടിപൊളി. ഹൈലൈറ്റ് ബീഫാണ്. നോമ്പുറക്ക് ബീഫും പൊറാട്ടയും. അത് ഇന്നത്തെ ദിവസം വേറെ പ്രത്യേകത അല്ലേ? അതിന് വേറെ ടേസ്റ്റും. പൊറാട്ട മാത്രമല്ല കേട്ടോ, ഇടിയപ്പം, അതുപോലെ നെയ്സ്പത്രി.